लीजिए। गाड़ी संख्या 13413। ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരു യാത്രയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളും കാത്തിരിപ്പുകളും ദിവസവും ഇവിടെ നിന്നുമാണ് തുടങ്ങുന്നത്. ആ യാത്ര കൂടുതൽ നല്ലതും സുരക്ഷിതവും മോഡേണും ആക്കാനുള്ള ഒരു പുതിയ അധ്യായമാണ് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ. ഞാൻ എഞ്ചിനീയർ ലത്തീഫ്, ഡിയാനി ഗ്ലോബൽ കൺസൾട്ടിംഗ് LLPയുടെ കോ ഫൗണ്ടർ ആൻഡ് പ്രിൻസിപ്പൽ കൺസൾട്ടൻ്റ് ആണ്. ഈ 3Dയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ മെറ്റീരിയലും ലൈറ്റിങ്ങും ലാൻഡ്സ്കേപ്പും എല്ലാം അതിനനുയോജ്യമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യാൻ ഡിയാൻഡിക്ക് സാധിച്ചിട്ടുണ്ട്. പരപ്പനങ്ങാടി ഒരു നാട്ടുമ്പുറത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരു മെട്രോ സ്റ്റേഷൻ ലുക്കിലോട്ട് കൊണ്ടുവരണം എന്നുള്ള അതിയായ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മളൊരു കോൺസെപ്റ്റ് IRDC സദേൺ റെയിൽവേക്ക് പാലക്കാട് കൊടുക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഭയങ്കര ചലഞ്ച് ചെയ്യുന്നു. ഭയങ്കര സ്പാനിലുള്ള വലിയ സ്പാനിലുള്ള കനോപ്പികൾ വരുന്നുണ്ട്. പിന്നെ ആ കനോപ്പി റെസ്റ്റ് ചെയ്യുന്ന പില്ലേഴ്സ് ഒക്കെ സാൻഡ്, അതായത് ഒരു സീഷോർ ഏരിയയാണ്, കടലിന്റെ തീരദേശത്ത് തന്നെയാണ് ഈ നിൽക്കുന്നത്. ഫൗണ്ടേഷൻ കോംപ്ലിക്കേഷൻ, ഡ്രോപ്പിംഗ് ഏരിയയിലുള്ള കോംപ്ലിക്കേഷൻ, പിന്നെ 100% അറിയാലോ RCCയിലോട്ട് പോകാൻ പറ്റില്ല. റെയിൽവേ എന്നാൽ തന്നെ ഇരുമ്പാണ്, സ്റ്റീൽ ബിൽഡിങ്ങിലോട്ട് പോകണം. പിന്നെ ഒരു എസ്തെറ്റിക് സൈഡ് മാറ്റണം, ഭയങ്കര ബ്യൂട്ടിഫിക്കേഷനിലോട്ട് കൊണ്ടുവരണം. പിന്നെ ഇവരെ നോംസ് ഒക്കെ, അതായത് ഈ റെയിൽവേയുടെ റൂൾസ് ആൻഡ് അവരെ കോഡുകൾ സ്റ്റാൻഡേർഡ്സ് 100% ഫോളോ ചെയ്യണം. പിന്നെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ പ്രാക്ടീസ് ചെയ്യുന്ന നമ്മൾക്കാണെങ്കിൽ അത് വെക്കാനും പറ്റില്ല. അത് NIT IIT പോലുള്ള നാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു വെറ്റിങ്ങും കൂടി വേണം. അപ്പോൾ ആ ലെവലിൽ വേണം നമുക്കിത് ഡിസൈൻ ചെയ്യാൻ. മെറ്റീരിയൽ ആണെങ്കിലും ഇവരെ സ്പെക്കിൽ പെടുകയും വേണം. അങ്ങനെ ഒരു ഹൈലി കോംപ്ലിക്കേറ്റഡ് പ്രൊജക്റ്റ് ആയിരുന്നു നമ്മളെ തൊട്ടടുത്ത് തന്നെയുള്ള പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ. അതൊരു നല്ല രീതിയിലോട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ ടീം ഡിയാനിക്ക് സാധിച്ചു.